തന്റെ ഭരണനാളുകളിലെ ആദ്യത്തെ 9 ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആദ്യത്തെ 9 ദിവസത്തിനുള്ളിൽ കൊടുക്കാവുന്നവർക്കിട്ടൊക്കെ വമ്പൻ പണി ഈ ഉത്തരവുകളിലൂടെ ട്രംപ് കൊടുത്തു എന്ന് തന്നെ പറയാം. 47ാമത് പ്രസിഡന്റായി ജനുവരി 20-ന് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ട്രംപ് ഇതുവരെ 38 ഓർഡറുകളിലാണ് ഒപ്പുവെച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മുൻ നേതാക്കളെക്കാൾ ഏറെ മുന്നിലാണ് ഈ കണക്ക്. തന്റെ പ്രചാരണ വേളയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ സർക്കാരിന്റെ വേഗത്തിലുള്ളതും വ്യാപകവുമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുത്തിരുന്നു. അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ നടപ്പിലാക്കിയ നയങ്ങൾ തിരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് ആ വാക്കെങ്കിലും ട്രംപ് നിറവേറ്റിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ അനുകൂല നിയമനിർമ്മാണം പിൻവലിക്കൽ, അമേരിക്കൻ പൗരത്വവും കുടിയേറ്റവും ഒക്കെയായി സഖ്യ രാജ്യങ്ങൾക്കും ആശ്രിത രാജ്യങ്ങൾക്കും അടക്കമുള്ള നിരവധി പണികളിലെ ഒപ്പിടൽ ട്രംപ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ ഈ അതിര് കടന്നുള്ള പരിവർത്തനങ്ങൾക്കെതിരെ പല കോണിൽ നിന്നും ഇതിനോടകം തന്നെ ശക്തമായ പ്രതിഷേധങ്ങളും അലയടിക്കുന്നുണ്ട്. അമേരിക്കയെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന യുക്രൈൻ അടക്കം നിരവധി രാജ്യങ്ങൾക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച നിരവധി ഉത്തരവുകളിലൂടെ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരുപക്ഷെ അല്പം കടന്നുപോയത് പാകിസ്ഥാന് കിട്ടിയ പ്രഹരമാണ്. ട്രംപ് അധികാരത്തിലേറിയാൽ അതിന്റെ ഗുണം കിട്ടാതിരിക്കില്ല എന്ന് കരുതിയിരുന്ന പാകിസ്ഥാന് പുനർമൂല്യനിർണയത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിദേശ സഹായം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. സാംസ്കാരിക പൈതൃക സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന അംബാസഡേഴ്സ് ഫണ്ട് ഫോർ കൾച്ചറൽ പ്രിസർവേഷൻ ഉൾപ്പെടെ പാകിസ്ഥാനിലെ നിരവധി സുപ്രധാന USAID പദ്ധതികളാണ് ഇതോടെ നിർത്തിവെച്ചിരിക്കുന്നത്. ഊർജം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജനാധിപത്യം, മനുഷ്യാവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട മറ്റു പദ്ധതികളും. 90 ദിവസത്തെ കാലയളവിൽ പാകിസ്ഥാനുള്ള വിദേശ സഹായ പരിപാടികൾ അമേരിക്ക അവലോകനം ചെയ്യും. ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് അതിന്റെ വിഭജന അതോറിറ്റി വഴിയാണ് ഈ നീക്കങ്ങൾ നടപ്പിലാക്കുക. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, കടം, സാമ്പത്തിക അസന്തുലിതാവസ്ഥ എന്നിവയാൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന്റെ മേൽ ഇടുത്തിയായി വീണ സഹായ നിരോധനം രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നതാണ്. 2023-ൽ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച വെറും 2.4% കുത്തനെ ഇടിയുകയുണ്ടായി. ദാരിദ്ര്യത്തിന്റെ തോത് കുത്തനെ ഉയരുകയും ചെയ്തു. ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഗണ്യമായ വ്യാപാര കമ്മിയിലേക്ക് കൂപ്പുകുത്തുകയും രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ അമേരിക്ക കൈവിട്ടത് പാകിസ്ഥാനിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. അടിയന്തര ഭക്ഷണ സഹായത്തിനും ഇസ്രയേലിനും ഈജിപ്തിനുമുള്ള സൈനിക ധനസഹായവും ഒഴികെ നിലവിലുള്ള എല്ലാ വിദേശ സഹായങ്ങളും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 90 ദിവസത്തേക്ക് നിർത്തിവെച്ചതായാണ് മെമ്മോയിൽ പറയുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ നയലക്ഷ്യങ്ങൾക്കൊപ്പം അമേരിക്കയുടെ വിദേശ സഹായ ചെലവുകൾ അവലോകനം ചെയ്യുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. ചുരുക്കി പറഞ്ഞാൽ ആദായം പ്രതീക്ഷിക്കാതെ ഒരു സഹായവും ഇനി അമേരിക്ക ആർക്കും നൽകില്ല എന്ന് സാരം. പവർ സെക്ടർ ഇംപ്രൂവ്മെന്റ് ആക്ടിവിറ്റി, പാകിസ്ഥാൻ പ്രൈവറ്റ് സെക്ടർ എനർജി ആക്ടിവിറ്റി, എനർജി സെക്ടർ അഡ്വൈസറി സർവീസ് പ്രോജക്റ്റ്, ക്ലീൻ എനർജി ലോൺ പോർട്ട്ഫോളിയോ ഗ്യാരണ്ടി പ്രോഗ്രാം, പാകിസ്ഥാൻ ക്ലൈമറ്റ് ഫിനാൻസിംഗ് ആക്ടിവിറ്റി എന്നിവയുൾപ്പെടെ ഊർജ്ജ സംബന്ധിയായ നിരവധി പദ്ധതികളെയും ഇടക്കാല ഉത്തരവ് ബാധിച്ചിട്ടുണ്ട്.